ఎందరో మహానుభావులు. ഞങ്ങളുടെ കല്യാണം ഫിക്സ് ആയത് ഞാൻ ജനിച്ചപ്പോല. അപ്പോഴേ ഫിക്സ് ചെയ്തു. ಅಟ್ಲೀಸ್ಟ್ ರಾವಿಲത്തെ ಕಾಫಿ ಟ್ರೈ ಟು ಹ್ಯಾವ್ ಇಟ್ ಟುಗೆದರ್. ಒಟ್ಟೊರು ಪ್ರಶ್ನೆ ఉన్నది ಎಡಕ್ಕೆ ರಾವಿಲೆ ಉದಾಹರಣ ರಾವಿಲೆ ನಿನ್ನಕ್ಕಿಲ್ಲ വേറെ ഐ വാണ്ട് ടു ഗെറ്റ് അപ്പ് ഇൻ ദി മോർണിംഗ്. ഏറ്റവും ഇഷ്ടം സദ്യയിൽ എന്തായിരിക്കും? എനിക്ക് പായസമാണ് ഏറ്റവും ഇഷ്ടമല്ല കഴിക്കുന്നത്. എന്റെ ഇളയ മോന് ഭയങ്കര കുറെ ജോക്സ് ഒക്കെ ആയിരിക്കും. അവർക്ക് നമ്മൾ വേണ്ടാം പറയും, അവരത് പറ്റുകയില്ല പറയും, പിന്നെ അവസാനം നമുക്കൊന്നും അറിയത്തില്ല പറയും അവർ. അതാണ്. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ. എനിക്കൊപ്പം 2 അതിഥികളുണ്ട്. അതിഥി എന്നൊക്കെ പറഞ്ഞ് തീരെ ചെറുതാക്കാൻ പാടില്ല. വളരെ വലിയ 2 അതിഥികളാണ്. സംസ്ഥാന പോലീസ് മേധാവി ശ്രീ റവാഡ ചന്ദ്രശേഖർ, ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സരിത. സ്വാഗതം. ഒപ്പം 2 പേർക്കും ഓണാശംസകൾ. താങ്കൾക്കും എല്ലാ അമൃത പ്രേക്ഷകർക്കും കൂടെ ഓണാശംസകൾ. ഇപ്പോൾ എന്തായാലും ഓണമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഓണവിശേഷങ്ങളാണ് അറിയേണ്ടത്. ഇപ്പോൾ മറ്റൊരു നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു, ദീർഘകാലം ആയിട്ട് കേരളത്തിലുണ്ട്. എങ്ങനെയാണ് സാർ വന്ന കാലത്തുള്ള ഓണവും ഇപ്പോൾ കുറേ വർഷങ്ങൾക്കിപ്പുറം എങ്ങനെയാണ്? എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ ശരിക്കും? ഞാൻ 91 ബാച്ചാണ്. 93 മുതൽ കേരളത്തിലേ ഉണ്ടായിരുന്നു, 2009 വരെ. എല്ലാ വർഷവും നമുക്ക് നല്ല പോലത്തെ ഒരു ഓണത്തിൻ്റെ പ്രോഗ്രാംസിൽ പങ്കെടുക്കുക. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വകയായിട്ടിതും പിന്നെ കമ്മ്യൂണിറ്റി വകയായിട്ടിത് പല സന്ദർഭങ്ങളിലും ഓണത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പോകുന്നതാണ്. ഞാൻ ലാസ്റ്റ് ഇവിടെ കമ്മീഷണറായ പോലീസ് കൂടെ ഞങ്ങളുടെ AR ക്യാമ്പും പിന്നെ കൺട്രോൾ റൂം എല്ലാം ഓരോ വിഭാഗത്തിലും കൂടെ CPO അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയിരുന്നു. പിന്നെ തിരിച്ച് ലാസ്റ്റ് ഇയർ തിരിച്ചു വന്നതാണ്. അന്ന് മുതൽ കൂടെ ഞങ്ങൾ ഈവൻ വെൻ വി ആർ ഔട്ട് സൈഡ് ഓൾസോ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ അവിടുത്തെ ഓണം സംബന്ധിച്ച് എപ്പോഴും കേരളത്തിൽ നല്ല കണക്ട് ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഇന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 30 വർഷത്തിന് മുമ്പ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്കെയിൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൂടിയിട്ടുണ്ട്. ഓവറോൾ ഫെസ്റ്റിവിറ്റി തന്നെ അധികമായിട്ടുണ്ട്. ഐ എം ഹാപ്പി ദാറ്റ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ദി നമ്മുടെ ഒരു ഫ്രണ്ട്ലിനെസ്സും സൗഹൃദത്തിനെ എല്ലാം കൂട്ടുന്നത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിലേക്ക്. ആദ്യം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ ഡ്രസ്സ്, ഈ കോസ്റ്റ്യൂം 2 പേരും ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുണ്ട്. ശരിക്കും അതാണ് ആദ്യം പറയേണ്ടിയിരുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ മാം പിന്നെ സാറിൻ്റെ ഒപ്പം കേരളത്തിലേക്ക് എത്തി. അതിന് മുമ്പ് മാം കേരളത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവൽസിൻ്റെയൊക്കെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ട് കേരളത്തിൽ വന്നതാണ് 96-ൽ. പിന്നെ അപ്പത്തൊട്ട് കേരളത്തിൽ ഡെപ്യൂട്ടേഷൻ പോകുന്നവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ ഫെസ്റ്റിവലും ഒരുമിച്ചിട്ട് എല്ലാത്തിലും പങ്കെടുക്കും, എല്ലാം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഞങ്ങൾ ഫെസ്റ്റിവലും കൂടെ സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ ഇവിടുത്തെ ഫെസ്റ്റിവൽസും എല്ലാം ഞങ്ങൾ എല്ലാ സ്റ്റാഫിൻ്റെ കൂടെ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങളെല്ലാം ഇവിടെ ഒരു ആഘോഷം പോലെ എപ്പോഴും വീട്ടിലെ ഒരു ഫെസ്റ്റിവായിട്ടൊക്കെ ഞങ്ങൾ ആഘോഷിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരളീയർക്ക് പ്രധാനപ്പെട്ടത് സദ്യ. അപ്പോൾ സാറ് നമ്മുടെ സദ്യയൊക്കെ എന്തായാലും ഒരുപാട് കാലമായിട്ട് കഴിക്കുന്നുണ്ടാവില്ല. ഏറ്റവും ഇഷ്ടം സദ്യയിൽ എന്തായിരിക്കും? എനിക്ക് പായസമാണ് ഏറ്റവും ഇഷ്ടമല്ല കഴിക്കുന്നത്. ബട്ട് അഫ്കോഴ്സ് വി ഈറ്റ് ഓൾ ദ തിങ്സ്. നമ്മൾ റെഗുലറായിട്ട് സാധാരണ കല്യാണ സദ്യയും പിന്നെ വാനസദ്യയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് 1 വീക്കായിട്ട് ഇതിന് എല്ലാ ദിവസവും പല സ്ഥലങ്ങളിലും 2-3 സദ്യ കഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതിലേക്ക്. ബട്ട് ഈസ് ഗുഡ്. ബട്ട് ഐ ലൈക്ക് പായസം. മാം അങ്ങനെയാണോ? എനിക്ക് അത്ര സ്വീറ്റ്സ് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് അവിയലാണ് കൂടുതൽ ഇഷ്ടം അതിലേക്ക്. പിന്നെ ഇപ്പോൾ ഈ മുണ്ടൊക്കെ ഉടുക്കാൻ തുടങ്ങിയത് ശരിക്കും ഈ ആന്ധ്രയിലെ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ഇങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഈ കേരളത്തിലേക്ക് വന്നതിന് ശേഷമായിരിക്കും എന്തെങ്കിലും രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ മുണ്ടെടുത്തതിൻ്റെയൊക്കെ? ആക്ച്വലി ഞങ്ങളുടെ അവിടെ ഈ പൊതുവെ ഈ വേഷധാരണ ഇല്ല. എസ്പെഷ്യലി ഇങ്ങനെ കസവ് ടൈപ്പിലുള്ളത് ഈ വൈറ്റ് കളറുള്ളത് വളരെ കുറവാണ്. ബേസിക്കലി ലുങ്കി అనేది ഒരു സാമ്പ്രദായം അവിടെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഇതിൻ്റെ വളരെ എന്താണ് ഈ സാമ്പ്രദായം ലിങ്ക്ഡ് വിത്ത് ദ ടെമ്പിൾ. അതൊരു നല്ലൊരു ഞങ്ങൾക്ക് എപ്പോഴും വളരെ അഭിമാനം തോന്നുന്നതാണ് ഇതിലേക്ക്. എല്ലാ അമ്പലത്തിൽ പോകുമ്പോഴും കൂടെ മുണ്ടെടുത്ത് പോവുക. ആൻഡ് അതിൻ്റെ ഐ തിങ്ക് വി ആർ അക്കിങ് മോർ ടു ദ കൾച്ചറിനും അതിന് റെസ്പെക്ട് ചെയ്യുക, അതിന് ഫോളോ ചെയ്യുക എന്നത് വളരെ നല്ല സന്തോഷകരം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 92 ബാച്ചിൽ ഇതാകുന്നു, പിന്നെ 2 വർഷം കഴിയുമ്പോഴേക്കും കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ മലയാളം പഠിക്കുക എന്ന് പറയുന്നത് വളരെ
സാധാരണ പുറത്തുള്ള ആളുകളൊക്കെ പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ് മലയാളം എന്നാണ്. അപ്പോൾ സാറിന് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു മലയാളം പഠിക്കുക? അതിലിതുപോലെ രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടോ? ചിലപ്പോൾ പറയുന്നതൊക്കെ അബദ്ധമായി പോകുന്നതൊക്കെ ഉണ്ടല്ലോ. ശരിയാണ്. ആക്ച്വലി ഞങ്ങൾക്ക് അക്കാഡമിയിലെ ഒരു ചെറിയ ഫ്യൂ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്നിന് ശേഷം PTCയിലെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്കൊരു നായർ സാർ ഉണ്ടായിരുന്നു PTCയിലെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടി. നല്ല രീതിയിൽ ഞങ്ങൾ പിന്നെ പരീക്ഷ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മലയാളം പരീക്ഷ പാസ്സാവാനുമാണ്. അതിൽ ഒരു തവണ അത് എനിക്ക് കുറച്ച് എളുപ്പമായിരുന്നു. പിന്നെ തെലുഗു ഭാഷ ആയതുകൊണ്ട് എൻ്റെ മാതൃഭാഷ, പിന്നെ പല പദങ്ങളിലും സാമ്യപ്പത്തുള്ളത് കൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ടില്ല പഠിക്കാൻ വേണ്ടി. പിന്നെ എനിക്ക് കൂടെ പഠിക്കണം താല്പര്യം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇറ്റ് വാസ് ഈസി ഫോർ മീ ടു ലേൺ. ആൻഡ് പിന്നെ മൂവീസ് വാച്ച് ചെയ്യുക ആൻഡ് പിക്കപ്പ് ദ ലാംഗ്വേജ് ഫാസ്റ്റർ ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ സഹപ്രവർത്തകർ എപ്പോഴും കൂടെ പറയുന്നത്, ഞാൻ എന്താ സംസാരിച്ചെങ്കിൽ തന്നെ നിങ്ങൾ മലയാളത്തിൽ മാത്രം സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ മാത്രം സംസാരിക്കും, നിങ്ങൾ എന്ത് പറയാം, നിങ്ങൾ ഹിന്ദിയിൽ സംസാരിക്കേണ്ട. ആ സമയത്തിൽ ഞങ്ങളുടെ ആത്മത്തിൽ ഡ്രൈവറും പിന്നെ ഗൺമാനായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ രസകരമായിട്ട് തന്നെങ്കിൽ ഒരു തവണ ഞാൻ ഇങ്ങനെ ഈ ധവള വിപ്ലവവും തവള വിപ്ലവം ആയിപ്പോയി തന്നെ. കാരണം വായിക്കുമ്പോൾ ഒരു തവള വിപ്ലവം പോലെ ആയിപ്പോയിട്ടുണ്ട്. അത് ഒരാളിങ്ങനെ ചിരിച്ചുകൊണ്ടായിരുന്നു, ഇത് ധവള വിപ്ലവമാണ്, വൈറ്റ് റെവല്യൂഷൻ, നോട്ട് തവള വിപ്ലവം, ഫ്ലോഗ് റെവല്യൂഷൻ ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മാം മലയാളം പഠിക്കാൻ ഇപ്പൊ ശരിക്കും കേരളത്തിലേക്ക് വന്നതിന് ശേഷമായിരിക്കും ശേഷം പഠിച്ചത്. ശരിക്കും നിങ്ങളുടെ വീട്ടിലെ ഒരു ഓണാഘോഷം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ? ഞങ്ങൾക്ക് ഒരു പ്രത്യേക പൂജാ വിധാനമുണ്ട്. പൂജാ മുറിലെ ഇവർ ഷീ വിൽ മേക്ക് ഓൾ ദ അറേഞ്ച്മെന്റ്സ് ദർ. ആൻഡ് ഇതോടെ പായസം ഇതുപോലെ തന്നെ പല പലഹാരങ്ങളും കൂടെ ഷീ മേക്സ് ഇറ്റ് നൈസ്ലി. ആൻഡ് വി ജനറലി ഹാവ് വിത്ത് ഓൾ മൈ സ്റ്റാഫ്. പൊതുവെ നമ്മൾ ഇവിടെ തന്നെ ഉള്ളിൽ തന്നെ എല്ലാ സ്റ്റാഫും കൂടെ ഞങ്ങൾ ഒന്നിച്ച് കഴിക്കുന്നതാണ്. സാറ് കുക്ക് ചെയ്യാറുണ്ട്? എനിക്ക് ഒരു കുക്കിംഗ് ഒരു മാത്രം അറിയൂ, ഒരു കാഫി വെക്കാൻ മാത്രം അറിയാവുന്നതാണ്. ശ്രമിച്ചിട്ടുണ്ടോ അല്ല എന്തെങ്കിലും? എനിക്ക് അത്ര ശ്രമിച്ചിട്ടില്ല, കാരണം ഷീ ഈസ് എ വെരി ഗുഡ് കുക്ക്. അതുകൊണ്ട് എനിക്ക് ശ്രമിക്കാൻ ആവശ്യമില്ലായിരുന്നു. മാം തന്നെയാണ് ഇവിടുത്തെ കുക്കിംഗ് അല്ല അതോ? നന്നായിട്ട് ചെയ്യും. ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം മനസ്സിലാവും ഞാൻ കിച്ചണിൽ പോയിട്ടില്ല. മക്കള് രണ്ടുപേരല്ലേ? 2 മോന്. അവര് ശരിക്കും ഇവിടെ ഉണ്ടോ അതോ പുറത്താണ്? അവര് ജനിച്ചത് കേരളത്തിലാണ്. പിന്നെ കുറച്ച് പഠിച്ച് ഞങ്ങൾ ഡെപ്യൂട്ടേഷൻ പോയതിനു ശേഷം ഇപ്പൊ 2 പേരും പുറത്ത്. ഒരു മൂത്ത മോന് ഡൽഹിയിലെ ജോലി, ഇളയാൾ അബുദാബിയിലെ ജോലി ചെയ്യുന്നു. അപ്പൊ ഈ ഫെസ്റ്റിവൽസിനൊക്കെ ഇങ്ങനെ ഒന്നിച്ചു കൂടാനുള്ള അവസരങ്ങൾ കുറവാണോ യഥാർത്ഥത്തിൽ? എനിക്ക് അല്ല, അവർ ഈ വർക്കിങ്ങിന് പോകുന്ന മുമ്പ് വരെ ഞങ്ങൾ എല്ലാ കൂടെയാണ്. എപ്പോഴും ഞങ്ങൾ ട്രാൻസ്ഫർ ഉണ്ട് കൂടെ അവരും സ്കൂൾ ചേഞ്ച് ചെയ്ത് വന്നു. പിന്നെ അവസാനം ഈ ജോലിക്ക് പോയതിനു ശേഷമാണ് ഇങ്ങനെ പുറത്തായത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ളൊക്കെ കഴിഞ്ഞ 2 വർഷമായിട്ട് തന്നെ. അല്ലെങ്കിൽ നേരത്തെ എല്ലാ ഫെസ്റ്റിവൽസും ഞങ്ങൾ കൂടുമായിരുന്നു. എസ്പെഷ്യലി ഞങ്ങളുടെ നാട്ടിലെ സംക്രാന്തി കൂടും അവിടത്തേക്ക്, പിന്നെ ദീപാവലിക്ക് പൊതുവെ കൂടാറുണ്ട്. ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് പുതിയൊരു ഉടുപ്പ് കിട്ടുക, ഡ്രസ്സ് കിട്ടുന്നതൊക്കെ വലിയ സന്തോഷമാണല്ലോ. പിന്നെ ഇപ്പോൾ ഈ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് ഓണക്കോടി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് എല്ലാ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓണക്കോടി കൊടുക്കുക, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പം സാറിന് ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിലുള്ള ആ ഒരു പുതിയ കുപ്പായം കിട്ടുന്ന ആ ഒരു കൗതുകം ശരിക്കും ഓണക്കോടി കിട്ടുമ്പോൾ ഉണ്ടോ? ഗ്രേറ്റ് ആയിരുന്നു. ആക്ച്വലി ആ സമയത്തിൽ ഒരു തുണി ഒരു നിക്കറും ഷർട്ടും കിട്ടുവാണെങ്കിൽ തന്നെ ദാറ്റ് വാസ് വളരെ സന്തോഷമായിട്ട് ഉണ്ടായിരുന്നു. ജനറലി വി യൂസ് ടു ഗെറ്റ് 1 ഫോർ അവർ ബർത്ത്ഡേ ആൻഡ് പിന്നെ സംക്രാന്തിക്ക് 2 ദിവസമായിരുന്നു. ഓഫ് കോഴ്സ് ഇപ്പോഴും ധാരാളം നമ്മൾ വാങ്ങുക, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുക, നമ്മളും കൂടെ അന്യർക്ക് കൊടുക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് മോർ ആയിട്ടുണ്ട് ഇപ്പോഴത്തേക്ക്. ഇപ്പോൾ ഈ ഓണം അല്ലേ, അപ്പം നിങ്ങൾ പാട്ട് പാടുക, സാറിൻ്റെ ശരിക്കും ഇൻട്രസ്റ്റ് എന്താണ്? സിനിമയാണോ പാട്ടാണോ? സിനിമ കാണാനുള്ള താല്പര്യം. മലയാള സിനിമകളൊക്കെ ധാരാളം. ഇപ്പോൾ പോലീസുകാരെയൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കാറുണ്ടല്ലോ മലയാള സിനിമകൾ. അതൊക്കെ കാണുമ്പോൾ സാറിൻ്റെ ഒരു ഇതെന്താണ്? അതായത് ഇങ്ങനെയാണ് എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല എന്ന് തോന്നിയിട്ടുള്ള അവസരങ്ങളൊക്കെ? ഈ അടുത്ത കാലത്ത് ഞങ്ങൾ 2 മൂവീസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ദൃഢം, മറ്റത് തുടരും. ഈ രണ്ടും. പക്ഷേ ഈ 2 മൂവീസിലും സ്റ്റോറി നല്ല പിക്കപ്പ് ആണെങ്കിൽ തന്നെ അങ്ങനെ അല്ല എന്നാണ് ഞങ്ങൾക്ക് ആക്ച്വലി വെൻ വി ഡിസ്കസിങ് വൈ ദേ ആർ പിക്ചറൈസിങ് സോ ബാഡ്ലി ആണ് ഇത് കഥ. അതിൽ പൊതുവേ കേരളത്തിൽ ഇനി പോലീസ് നമ്മുടെ കേരള സൊസൈറ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് അംഗമാണ്. അവർക്ക് ജനങ്ങൾക്ക് പോലീസിന് കാണാൻ വേണ്ടിയും പോലീസ് സഹായിക്കാൻ വേണ്ടിയും പോലീസിന് മിലിറ്റമായിട്ടുള്ള ഒരു നല്ലൊരു ആഗ്രഹം ഇപ്പോൾ ഉണ്ടോ മനസ്സിലാക്കിയെടുത്തോളം. പോലീസ് പിക്ചറൈസേഷനും കൂടെ നേരത്തെ നല്ലതായിരുന്നു, ഇപ്പോഴും കൂടെ ഓക്കെയാണ്. പക്ഷേ ഈ 2 മൂവിയിലുമ്പോഴത്തേക്ക് അതിനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസം അതിലുമുണ്ട്. അത്രയും മോശമല്ലാണ്ട്. ഇപ്പോൾ ഈ അങ്ങനെ ആർട്ടിസ്റ്റുകളിൽ
കാണുമ്പോൾ പോലീസ് വേഷം ഏറ്റവും ഭംഗിയായി ചെയ്തിട്ടുള്ളത് എന്ന് തോന്നിയിട്ടുള്ളത് ആരെയാണ്? I think they all did well. I've seen മറ്റേ പല നമ്മുടെ മിനിസ്റ്റർ സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ കമ്മീഷണർ, അങ്ങനെ മൂവീസ് അതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ മൂവീസ് കണ്ടിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ മൂവി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് CBI അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വി ഹാവ് സീൻ ഓൾ ദീസ് മൂവീസ് നന്നായിട്ട്. മാമിൻ്റെ ഒരു റൊട്ടീൻ എങ്ങനെയാണ് സാധാരണ? ഇപ്പം ഓണമല്ല അല്ലെങ്കിൽ റിച്വൽസ് അല്ലാത്ത സമയത്ത് ഒരു റൊട്ടീൻ സാറിന് എങ്ങനെയാണ് ഇതൊരു സാറിൻ്റെ റൊട്ടീനൊപ്പം എങ്ങനെയാണ് യാത്ര പോകുക? അതായത് എളുപ്പമല്ലല്ലോ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ ഒപ്പം ഉള്ള ഒരു ലൈഫ്. ആക്ച്വലി എവറിത്തിങ് ഈസ് ടൈംലി. പിന്നെ ഇതിൻ്റെ എല്ലാ പ്രോഗ്രാംസും ഫിക്സ് ആവും കൊണ്ട് പിന്നെ മുമ്പത്തെ ദിവസം ചോദിക്കുക എന്താണ്, പിന്നെ നെക്സ്റ്റ് മോർണിംഗ് എത്ര സമയത്തിന് പോവും, യൂണിഫോം എപ്പോൾ വേണം, പിന്നെ എപ്പോൾ ഇറങ്ങും, പിന്നെ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ എല്ലാം ചെയ്തൊക്കെ വെക്കും. കൂടുതൽ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല. പിന്നെ അതിന് വേണ്ടിയുള്ള ഞങ്ങളിപ്പോൾ എല്ലാ ജ്യൂസും സ്മൂത്തിയും ഒക്കെ ആക്കിയിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ കഴിച്ചിട്ട് പോകാനുള്ള രീതിയിലേക്ക് ചെയ്യുന്നത്. ഹെൽത്ത് കോൺഷ്യസ് ആണോ കുറച്ചുകൂടി സാറ്? ഹെൽത്ത് കോൺഷ്യസ് ആണ്. എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യും. പിന്നെ ഫുഡ് കുറച്ച് കഴിക്കും, പക്ഷെ കഴിക്കും. ഫുഡ് ഇഷ്ടമാണ്. സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടം. 3 നേരം സ്വീറ്റ്സ് കഴിക്കും. പിന്നെ അതിനൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇതിനനുസരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്യും. പിന്നെ വീട്ടിലേ ഉണ്ടാവും. മാം എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ സാറിന് വെക്കാറുണ്ടോ? അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇത് കഴിക്കരുത് അങ്ങനെയൊക്കെ? ഇല്ല, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. എന്ത് ഇഷ്ടമെങ്കിലും അത് ചെയ്യാം. സാറിന് എങ്ങനെയാണ് മാം? ഇപ്പോൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ കൂടെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫാണല്ലോ, എങ്ങനെയാണ് സാർ എൻജോയ് ചെയ്യുന്നത്? എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു യാത്ര? വി ആക്ച്വലി കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ പറയാം. കാരണം ജോലിയുടെ ഭാഗമായിട്ട് ഇത് ഫാമിലി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയും അല്ലെങ്കിൽ എസ്പെഷ്യലി സ്വരമായിട്ട് ഇത് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം വളരെ സംടൈംസ് ഡെയിലി ഷിങ്ക് ആയിപ്പോൾ വളരെ കുറവ് സമയം കിട്ടുന്നതാണ്. ആ സമയത്ത് തന്നെ ഹൗ ഡു വി അവോയ്ഡ് അതർ തിങ്സ് ആൻഡ് ടോക്ക് ടു ഈച്ച് അതർ ഫോർ എ വൈൽ. അതുപോലും പിന്നെ ബേസിക്കലി വി ടുഗദർ ത്രൂ ഔട്ട് എപ്പോഴും കൂടി നമ്മൾ എനി ട്രാൻസ്ഫർ ഇപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്യും. അതിൽ അങ്ങനെ ഒരു കാലതാമസം എപ്പോഴും ഇല്ലെങ്കിലേക്ക് പിന്നെ ഇവിടെ വീട്ടിൽ വരുമ്പോഴത്തെ കൂടെ വി ട്രൈ ആൻഡ് സ്പെൻഡ് ലിറ്റിൽ എമൗണ്ട് എന്ത് സമയം കിട്ടുകയാണെങ്കിലും ഒന്നിച്ചിട്ട് ഇരിക്കുക. അറ്റ്ലീസ്റ്റ് രാവിലത്തെ കോഫി ട്രൈ ടു ഹാവ് ഇറ്റ് ടുഗദർ. അതൊരു നിർബന്ധമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ലഞ്ചിനും കൂടെ ഐ ട്രൈ ടു ജോയിൻ പരമാവധി വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി ജോയിൻ ചെയ്യുന്നതിന് ലഞ്ചിന് വേണ്ടി. ദെൻ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി വിൽ ബി മോസ്റ്റ് ഓഫ് ദ ടൈംസ് വിൽ ടുഗദർ. ഒട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഇടയ്ക്ക് രാവിലെ തന്നെ എണ്ണിക്കില്ല. വേറെ ഐ വാണ്ട് ടു ഗെറ്റ് അപ്പ് ഇൻ ദി മോർണിംഗ്. അതൊക്കെ കാണുന്നത് മാത്രം. അതർവൈസ് വി ആർ ബട്ട് ഷീ ഈസ് ക്വൈറ്റ് ഗുഡ്. ഷീ ഈസ് എക്സലന്റ്. എല്ലാവരും ഐ ഗെറ്റ് ലോട്ട് ഓഫ് ഗെസ്റ്റ് ആൻഡ് ദാറ്റ് ടു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും സഡൻ ആയിട്ടും വിത്ത് സംടൈംസ് 3-4 മിനിറ്റിൻ്റെ ഒരു ഇതിൽ തന്നെ പറയാറുണ്ട്, സർ ഐ എം കമ്മിങ്, 3-4 persons കമ്മിങ്. ആ സമയത്തിൽ കൂടെ ബട്ട് ഷീ മാനേജസ് ഓൾ ദ തിങ്സ് നൈസ്ലി ആൻഡ് ബ്രിങ്സ് തിങ്സ് വിത്ത്. ഈ മക്കളുടെ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ആ പ്രായത്തിൽ, അതായത് അവരുടെ ആ ചെറിയ കാലത്തിലൊക്കെ അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാനൊക്കെ സാറിന് സാധിച്ചിട്ടുണ്ടോ ശരിക്കും? ആക്ച്വലി അവരൊക്കെ ഞങ്ങളിവിടെ 2009 ഉണ്ടായിരുന്നു. ആ സമയത്തിൽ മൂത്ത മോനൊക്കെ 9 വയസ്സായിരുന്നു. ആ സമയത്ത് ഓക്കെ കുറച്ചായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ IB ജോയിൻ ചെയ്തു. അവർ ബട്ട് ആക്ച്വലി മോസ്റ്റ് ഓഫ് ദ ലിഫ്റ്റിംഗ് വാസ് ഡൺ ബൈ സറു ഓൺലി. അവരുടെ പഠിപ്പിക്കുന്നതും അവരുടെ നോക്കുന്ന എല്ലാത്തിലേക്ക് ഐ യൂസ് ടു ഇന്ററാക്ട് വിത്ത് ദം വെരി സ്മോൾ ആയിട്ട്. അതുകൊണ്ട് അവർക്ക് അമ്മയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടി താല്പര്യം അമ്മയോടാണ്. പാട്ടും കവിതയൊക്കെ എന്തായാലും ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട്. We will try and sing only one single stanza. We will say that there is Mangalampalli Balamurali Krishna. I like actually Carnatic music and I would like to listen also. Endaro mahanubhavulu అందరికీ వందనము ఎందరో మహానుభావులు అందరికీ వందనము ఎందరో మహానుభావులు. പക്ഷെ സാറ് നന്നായി പാടുന്നുണ്ടല്ലോ. സാറ് ശരിക്കും പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചിട്ടില്ല. സാർ ശരിക്കും ഡോക്ടറാകാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്? ആക്ച്വലി ഐ ഡിഡ് ബയോളജി പഠിച്ചു ഞാൻ. പിന്നെ ഐ റോട്ട് ദ എക്സാം, എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അഗ്രികൾച്ചർ പഠിച്ചു. MS അഗ്രികൾച്ചർ. അതിനുശേഷം IPS ജോയിൻ ചെയ്തതാണ്. ഈ കൃഷിയോടൊക്കെ താല്പര്യം? ഇവിടെ നമ്മുടെ വീടിന് പുറത്തൊക്കെ ഈ ചെടിയൊക്കെ കണ്ടിരുന്നു. അതായത് ആക്ച്വലി എൻ്റെത് ഫാമിലി കൃഷി ഫാമിലിയാണ്. ഞങ്ങളൊക്കെ നാട്ടിലെ കൃഷി തന്നെ. ഫാദർ ഫാർമറായിരുന്നു. പിന്നെ ബിസിനസ് കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊക്കെ. അങ്ങനെ
പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഞാൻ എല്ലാ ദിവസവും പോകുമായിരുന്നു, ഫീൽഡിൽ പോകുമായിരുന്നു, നാട്ടിന് വേണ്ടി എല്ലാ അരിയാണ് അറിയാം. ഞങ്ങളുടെ കൂടുതൽ അരിയുടെ മറ്റേ കൃഷിയാണ് അതില്. നെല്ലി കൃഷിയാണ്. നെല്ലി നിങ്ങൾ വളരെ കോംപ്ലിമെൻ്റ് ചെയ്ത് ജീവിക്കുകയാണെന്നൊക്കെ നേരത്തെ പറഞ്ഞു. ശരിക്കും നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അല്ലെങ്കിൽ അതൊരു ലവ് മാരേജ് ആയിരുന്നു? അല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്. ഞങ്ങളുടെ കല്യാണം ഫിക്സ് ആയത് ഞാൻ ജനിച്ചപ്പോല. അപ്പോഴേ ഫിക്സ് ചെയ്തു. ഞാൻ My relative ആണ്. ആക്ച്വലി My ഞങ്ങൾ mother's- റിലേറ്റീവ്സ്, മൈ ഫാദർ ആൻഡ് മദർ ഇൻ ലോ ആർ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ്. സോ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ഫാദർ ഇൻ ലോ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഹി വാസ് ദെയർ യംഗർ സൺ. സോ ഈ യംഗർ സൺ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു കല്യാണം കഴിപ്പിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഫാദറും അവർ രണ്ടുപേരും ഒപ്പിച്ചു, ഓക്കെ ആയിരുന്നു. പിന്നെ അതിനോടും ഞങ്ങളും നിന്നു. പിന്നെ അവസാനം കല്യാണം കഴിച്ചു. ഈ ജോലി എന്ന് പറയുന്നത് കുടുംബവുമായിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ വരുന്ന സമയം അല്ലെങ്കിൽ ഞാൻ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാതിരിക്കുമ്പോഴൊക്കെ ഒരു ദേഷ്യം അല്ലെങ്കിൽ അങ്ങനെ സങ്കടം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ചിലപ്പോഴൊക്കെ കുറേ പ്ലാൻ ചെയ്ത് വെച്ചുമ്പോൾ ചെറിയ സങ്കടം ഒരു ഹ്യൂമൻ നേച്ചറായിട്ട് തോന്നും. പക്ഷെ എന്തായാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ ഇന്ന് ചിലപ്പം ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ ഓരോന്നും പറയും, പക്ഷേ ഒരു 5 മണിക്കൂറായാലും എത്തില്ല. പക്ഷെ എങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. ആ സമയത്ത് ഒരു മൂമെൻ്ററി ആയിട്ടുള്ള ഒരു ചെറിയ ഇതേ ഉള്ളൂ. പക്ഷെ അതങ്ങനെ വെക്കാറില്ല. പക്ഷെ എനിക്കറിയാം എന്തെങ്കിലും അവിടെ ഒരു അത്യാവശ്യ കാര്യത്തിൽ പറ്റുപോയിട്ടുണ്ടാവും. പക്ഷേ ഇറ്റ്സ് ഫോർ സൊസൈറ്റി നോ ഹീസ് ഡൂയിങ്. സോ അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചിട്ടൊക്കെ ഞങ്ങൾ കുട്ടികളും കൂടെ പല സമയത്ത് പപ്പ വരുവാന്ന് വെച്ചിട്ടൊക്കെ പിന്നെ വരാതിരിക്കും. പിന്നെ ചിലപ്പം കേക്ക് കട്ടിങ്ങിന് സമയത്തിന് എത്തുമില്ല. പിന്നെ അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ഫാമിലി ആയിട്ട് ഒന്നിച്ചിട്ട് കോംപ്ലിമെൻറ്റിങ് അങ്ങനെയാണ് പോകുന്നത്. ഒരുമിച്ച് യാത്രകളൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഡെപ്യൂട്ടേഷന് പോകുമ്പോൾ അങ്ങനെയൊക്കെ പോകുന്നല്ലാതെ പുറത്ത് ഈ ട്രിപ്പൊക്കെ പോകാൻ പറ്റാറുണ്ടോ എല്ലാവർക്കും 4 പേർക്കും ചേർന്ന്? ഞങ്ങൾ ഐബിൽ ഉള്ളപ്പോൾ ഒരു 4-5 തവണ പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തവണ ഞങ്ങൾ ലേ ലഡാക്ക് പോയി, ഒരു തവണ ലക്ഷദ്വീപിൽ പോയി, പിന്നെ ഒരു തവണ പുറത്തേക്ക് പോയി, മലേഷ്യ പോയി. എങ്ങനെയാണ് അതന്നെ. അല്ലെങ്കിൽ ഇവിടെ വന്ന ശേഷം പിന്നെ വരാൻ സാധിച്ചിട്ടില്ല. ആക്ച്വലി മക്കൾക്ക് അങ്ങനെ ഒരു വിഷമമുണ്ടോ? അധിക സമയം പപ്പയായിട്ട് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ? അല്ല, അങ്ങനെയൊന്നുമില്ല. അതിന് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യുമല്ല. ഞാൻ അവരുടെ കൂടെ എപ്പോഴും കളിയും പിന്നെ അതൊക്കെയല്ല. ഇപ്പോഴും കൂടെ അവർ എന്ന് വേണമെങ്കിലും എന്നെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാനല്ലല്ലോ പപ്പയല്ലേ കൊടുക്കുന്നത്. അല്ല യു ടെൽ. അങ്ങനെയാണ് ഒരു ഇത്. അങ്ങനെ ഒരു വിഷമമല്ല. പക്ഷേ ഇപ്പം അല്ല, കിട്ടിയ സമയം എപ്പോഴും നന്നായിട്ട് ക്വാളിറ്റി ആയിട്ട് കുട്ടികളോട് നന്നായിട്ട് സ്പെൻഡ് ചെയ്യും, നന്നായിട്ട് സംസാരിക്കും, ഒരു ഫ്രണ്ട്സ് മാതിരി സംസാരിക്കും. 2 മോനായതുകൊണ്ട് ഇപ്പോൾ 2 പേരും വലുതായി പോയതുകൊണ്ട് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. കുറേ ഡിസ്കഷൻസ് വെക്കും, പിന്നെ അങ്ങനെയൊക്കെ നടക്കും. ഈ അങ്ങനെയുള്ള ഡിസ്കഷൻസിൽ ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ വരിക? എന്ത് വിഷയമാണ് സംസാരിക്കുക നിങ്ങൾ? അവർ നമ്മൾ വേണ്ടാം പറയും, അവരത് പട്ടുവില പറയും, പിന്നെ അവസാനം നമുക്കൊന്നും അറിയത്തില്ല പറയും അവർ. അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയും നിങ്ങളെല്ലാം ചിന്തകളെല്ലാം പഴയ ചിന്തകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡേണിറ്റി ഇല്ല പറയും. പക്ഷെ അവസാനം പറയുമ്പോഴത്തേക്ക് ദെൻ ഷീ വിൽ സേ ദാറ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പാരാമീറ്റർസ് വെച്ചിട്ട് ഒരു പെരിമീറ്റർ വെച്ച് അത് ചെയ്യിപ്പിക്കുന്നതിലേക്ക്. സാറിൻ്റെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്? മോർണിംഗ് എർലി റൈജർ ആക്ച്വലി. ഇമ്മീഡിയറ്റ് ചെയ്ത ശേഷം ഗോ ഫോർ വർക്കൗട്ട് ചെയ്യുക. ആൻഡ് ഇതിനിടയിൽ ഒത്തിരി കോൾസ് എല്ലാം ഉണ്ടാവും. ആ കോൾസ് ഫിനിഷ് ചെയ്യുക, അപ്ഡേറ്റിംഗ് ചെയ്യും, വിഷയങ്ങൾ മുകളിലെ സംഭവിച്ച കാര്യങ്ങളും പിന്നെ അതുപോലത്തുള്ളതും അതിൻ്റെ അന്നേ ദിവസവും നടക്കാൻ പോകുന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് സംബന്ധിച്ച് ഒരു അവഗാഹന എടുക്കുക. അതിനുശേഷം പിന്നെ ഒരു 9:30-10 ഓഫീസിലെത്തിക്കും. ദെൻ അതിനുശേഷം ഒത്തിരി ധാരാളം പരാതിക്കാരുണ്ടാവും, പിന്നെ ഓഫീസസ് മീറ്റിംഗ്സ് എല്ലാം ഉണ്ടാവും. ആൻഡ് ട്രൈ ആൻഡ് മേക്ക് ഇറ്റ് ഫോർ ലഞ്ച് ആസ് മച്ച് ആസ് പോസിബിൾ. ദെൻ അഗെയിൻ ഗോസ് ഫോർ അഗെയിൻ മീറ്റിംഗ്സ് ആൻഡ് ഫയൽസ്. അത് വൈകുന്നേരം 8-9 മണിക്ക് ട്രൈ ടു കം ബാക്ക് ടു ദ ഹോം. ഇതാണ്. ബട്ട് ഐ ട്രൈ ടു ഹിറ്റ് ദ ബെഡ് എർലി. കുറച്ചുകൂടെ ശ്രമിക്കും, പക്ഷെ ആവുന്നില്ല. ദെൻ 11:30 കോൾസ് 11:30 അഗെയിൻ ഹിറ്റ് ദ ബെഡ്. അങ്ങനെ 11:30 ആണ് സാറിൻ്റെ? 11:30 ട്രൈ ടു സ്ലീപ്പ്. ഇപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ സാർ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുകയാണല്ലോ, പോലീസ് ജോലിയാണോ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നതാണോ എളുപ്പം? പോലീസ് ജോലിയാണ് ഏറ്റവും ബെറ്ററാണ്. കാരണം ഇന്റർവ്യൂ വരുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് ലിറ്റിൽ ഡിസ്പെക്ട്. പക്ഷേ ഐ ലവ് മൈ പോലീസ് ജോബ്. ഇറ്റ് ഇസ് എ കോംപ്ലെക്സ് ജോബാണ്. പക്ഷേ നമുക്കിത് പ്രോപ്പറായിട്ട് ഇത് ഇപ്പോൾ ആലോചിച്ച പ്ലാനിങ്, ആൻറ്റിസിപ്പേഷൻ, പ്ലാനിങ്, പ്രിപ്പറേഷൻ അതുണ്ടെങ്കിൽ നന്നായിട്ട് ജീവിതം ചെയ്യാൻ സാധിക്കില്ല. വീട്ടിൽ കയറിയപ്പോൾ കണ്ട ഒരുപാട് ഇങ്ങനെ
എനിക്ക് തോന്നുന്നു തിരുപ്പതി വെങ്കടാചലമാണ് കൂടുതൽ ഇങ്ങനെ ഒരു സ്പിരിച്വൽ അങ്ങനെയുള്ള ഒരു തോട്ട് എപ്പോഴും ഉണ്ടോ ശരിക്കും? അങ്ങനെ ആ ഒരു ഇതിലാണോ ശരിക്കും ലൈഫ്? ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ ഇരിക്കുന്നത് കൂടെ ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഭഗവാനായിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്താണെങ്കിലും ഭഗവാൻ സമർപ്പിക്കുന്നതാണ് ഇതിലേക്ക്. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ പ്രാർത്ഥന ചെയ്യും. പിന്നെ നമ്മൾ ദൈവത്തെ നമ്മുടെ കൊണ്ടുപോകാൻ വേണ്ടി ദൈവത്തിന് ചോദിക്കും, തിങ്ക് ഗുഡ് ആൻഡ് ട്രൈ ടു ഡു ഗുഡ്. ആൻഡ് എപ്പോഴും ദൈവത്തിൽ ചോദിക്കുമായിരുന്നു, എന്നെക്കൊണ്ട് ആർക്കും ഒരു നെഗറ്റീവായിട്ട് സംഭവിക്കാൻ പാടില്ല എന്ന് അതൊക്കെ ചോദിക്കും. നമ്മുടെ മാതാമൃതാനന്ദമയി ദേവിയെ കാണാനൊക്കെ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവിടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അമ്മയുടെ ഇപ്പോൾ ഞങ്ങൾ 96 മുതൽ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 96 പിന്നെ 98 99 പാലക്കാടും പിന്നെ കൊച്ചിയിൽ പോലും പിന്നെ 2006 തൃശ്ശൂരിൽ കണ്ടത് അമ്മയെ കണ്ടു. ഞാൻ അതിന് ശേഷം ലാസ്റ്റ് ഇയർ കണ്ടു. പിന്നെ ഇപ്രാവശ്യം കൂടെ പോയിട്ട് അമ്മനെ തൊടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഇസ് ആൾവേസ് എ ഗ്രേറ്റ് ഫീലിംഗ് ടു ഹാവ് ദർശൻ ഓഫ് അമ്മ. അമ്മയുടെ കരുണയും അമ്മയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം ഇൻസ്പിറേഷനാണ്. ഐ ഹോപ്പ് ദാറ്റ് Amma will get more and more this thing to the spread the message of love and affection and society, service to society എന്നതി അമ്മയെ കൊണ്ട് കുറച്ച് കൂടുതൽ ആവുമെന്ന് ഞങ്ങളുടെ വിശ്വാസമാണ്. അതിൻ്റെ ഞങ്ങൾ കൂടെ പഠിക്കുക, കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മാമിന് അമ്മയെ കണ്ടപ്പോൾ ഉള്ളൊരു അനുഭവം എങ്ങനെയാണ്? God and motherly feeling. And but she's so brilliant. And actually she was, I think, born in that family and a very small, but her thoughts, her imaginations about the things is, you just can't even imagine that. No, she has such a wide thinking, and she thinks for the society, and ഒരു നല്ല ഒരു പോസിറ്റീവ് ഫീലിംഗ് എപ്പോഴും നമ്മുടെ അടുത്ത് പോകുമ്പോൾ. ഗ്രേറ്റ് സ്പിരിച്വൽ ലീഡറാണ്. ഇത്രയും ആളുകളിനെ അമ്മ കൊണ്ടുപോകുന്നത്, ഇത്രയും പ്രസ്ഥാനങ്ങളിനെ കൊണ്ടുപോകുന്നത് വിദ്യാഭ്യാസ രംഗത്തിലും മെഡിക്കൽ രംഗത്തിലും ചെയ്യുന്നതിലേക്ക്. നേരത്തെ സാറ് പറഞ്ഞതാണ്, മാഡമാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. സാറിപ്പോൾ വീട്ടിലെ കാര്യങ്ങൾക്ക് അധികം സമയം അങ്ങനെ ചിലവഴിക്കാൻ പറ്റാറില്ല എന്ന്. അപ്പോൾ ആ ഒരു എത്രത്തോളം ഉണ്ട് മാഡത്തിൻ്റെ ആ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ഒരു? ഷീ ദ സ്ട്രെങ്ത് ഓഫ് ദ ഹോം. അതിന് സംശയം തന്നെ ഇതിലേക്ക്. കാരണം വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കാണ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഇവിടെ എന്തോ ഉണ്ടോ ഇല്ല കാര്യത്തിൽ എനിക്ക് യാതൊരു ഇതിലും അവഗാഹനയില്ല. അതിന് വേണ്ടി ഒരു ശ്രമിക്കാറില്ല കൂടെ. കാരണം ഷീ ടേക്സ് കെയർ നൈസ്ലി. അതിൻ്റെ എല്ലാ കണ്ടക്റ്റെല്ലാം ചെയ്യുന്നതും വീട്ടിലുള്ള ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അതെല്ലാം സർവ്വ തന്നെ ചെയ്യുന്നില്ല. സാറിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയാണ്, വലിയ പദവിയാണ് അത്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടോ മാഡത്തിന്? അതായത് സാർ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കണം, അതിൻ്റെ ഏറ്റവും ബാക്ക് ബോണായി ഏറ്റവും സ്ട്രോങ് ആയി ഞാൻ നിൽക്കണം എന്നുള്ള ഒരു ഭാരമുണ്ടോ ശരിക്കും? അല്ല, സ്ട്രെസ്സില്ല. അപ്പം ഞാൻ എപ്പോഴും ഐ തിങ്ക് പുറത്ത് കുറേ സ്ട്രെസ്സുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കണം. പിന്നെ അതിനാവശ്യമുള്ള ഇതെല്ലാം വീട്ടിലെ ആക്കി കൊടുക്കണം. പിന്നെ വീട്ടിൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല. പിന്നെ ഒരു ഹാപ്പി, എപ്പോഴും ചിരിക്കുന്നത്, എപ്പോഴും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ വീട്ടിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അത്രയും ഞങ്ങളും സപ്പോർട്ട് ചെയ്തിട്ട് ഹി ഷുഡ് പെർഫോം ബെറ്റർ ഔട്ട്സൈഡ് ആൻഡ് ഹി ഷുഡ് ബി ഹാപ്പി ഇൻ ദ ഹോം. സോ അതാണ് ഒരു. സാർ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന എപ്പോഴാണ്? സാർ എപ്പോഴും ചിരിക്കും. അങ്ങനെ ചിരിക്കാത്ത ഒരു ഉണ്ടാവില്ല, എപ്പോഴും ചിരിക്കും. പിന്നെ എൻ്റെ ഇളയ മോന് ഭയങ്കര കുറേ ജോക്സ് ഒക്കെ അടിക്കും. ആ ഇളയ മോൻ ഞങ്ങൾ വീഡിയോ ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു സൺഡേ എപ്പോഴെങ്കിലും ഞങ്ങൾ ഒരു ഗ്രൂപ്പ് കോൾ ആക്കും. പിന്നെ അപ്പം ആ കുട്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നോണ്ടിരിക്കും. പിന്നെ അപ്പോഴാണ് നന്നായിട്ടൊക്കെ ചിരിക്കുന്നത്. ശരിക്കും അത് നിങ്ങൾക്ക് മാത്രം കാണാൻ പറ്റുന്നതാണ്. അതെ അതെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് സമയം സാർ വളരെ തിരക്ക് പിടിച്ച ജോലിയാണ്, അതിനിടയിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. സാറിനും ഫാമിലിക്കും ഓണാശംസകൾ. പിന്നെ എന്താണ് ഇനി അങ്ങോട്ടുള്ള വർഷവും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും സക്സസ് ആയിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ബി പാർട്ട് ഓഫ് അമൃത ടിവിയുടെ ഇതിൻ്റെ. അമൃത താങ്കൾക്കും അമൃത ടി വി പ്രേക്ഷകർക്കും കൂടെ ഹൃദയം ഓണാശംസിക്കുന്നു. താങ്ക് യു.